പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പരിപാടിക്ക് എന്നെ വിളിച്ചത് കേരള ഹൈക്കോടതിയിലത്തെ ഒരു അഭിഭാഷകയായ അഡ്വക്കേറ്റ് കിരണാണ്. ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ജനം ടി വിയുടെ പരിപാടിയാണ്. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു, വല്ല രാഷ്ട്രീയ പരിപാടിയായിട്ടാണോ എന്നൊരു സംശയം വന്നു. അപ്പോൾ ഉടൻ പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല, ഇത് ഒരു സ്കൂളിലെ പരിപാടിയാണ്, അതുകൊണ്ട് സാർ നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞു. കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ വലിയ അഭിമാനം തോന്നി. ജനം ടി വിയെ പോലുള്ള ഒരു വാർത്താ മാധ്യമം ഇങ്ങനെ ഒരു പരിപാടി 3 വർഷമായി നടത്തുന്നു എന്നറിഞ്ഞതിൽ ഉള്ള സന്തോഷം ആദ്യം തന്നെ പറയട്ടെ. ജനം ടി വിക്കും അതിൻ്റെ സംഘാടകർക്കുമുള്ള നന്ദി, അഭിനന്ദനം ആദ്യം തന്നെ പറയട്ടെ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്, കുട്ടികളോടാണ്. ഇതെന്തുകൊണ്ടാണ് ജനം ടി വി ഈ സ്കൂളിനെ തന്നെ തിരഞ്ഞെടുത്തത് എന്നതുകൂടി നിങ്ങൾ ആലോചിക്കണം. ഈ സ്കൂളിൽ തിരഞ്ഞെടുത്തത് നിങ്ങളെല്ലാവരും ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടല്ല, ഇതിനെതിരെയുള്ള യോദ്ധാക്കളാകണം ഈ കുട്ടികൾ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ജനം ടി വി ഓരോ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനം ടി വിക്ക് നിങ്ങളൊരു കൈയടി കൊടുക്കണം. ആദ്യം ഒന്ന് കൈയടി കൊടുത്ത്. ഈ വലിയൊരു ഉദ്യമത്തിന് ജനം ടി വിക്ക് ഒന്നുകൂടി നന്ദി പറയുകയാണ്. വലിയ ഒരു സാമൂഹ്യ വിപത്താണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ലഹരി മാഫിയയുടെ മുന്നിലുള്ള കുട്ടികൾ അവൻ്റെ മുന്നിൽ പെടുന്ന ഒരു സ്ഥിതി. 2022 സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഒരു അഫിഡവിറ്റ്, അത് ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ 1,58,00,000 കുട്ടികൾ 10 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഈ ലഹരിക്ക് അടിമയാണ് എന്നാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എക്സൈസ് കമ്മീഷണറോട് ചോദിച്ചു, നമ്മുടെ കൊച്ചു എറണാകുളത്ത് സ്ഥിതി എങ്ങനെയാണെന്ന്. ഞാൻ വലിയ പ്രതീക്ഷയോടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും എന്ന് വിചാരിച്ചിട്ടാണ് എക്സൈസ് കമ്മീഷണറോട് ചോദിച്ചത്. എക്സൈസ് കമ്മീഷൻ പറയുന്നത് എറണാകുളത്ത് കഴിഞ്ഞ മാസം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുട്ടികൾ ഉൾപ്പെടുന്നത് ഏകദേശം 167 കുട്ടികളുടെ പേരിൽ, ലഹരി കടിമയായ കുട്ടികളുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി, ഇതിൻ്റെ ഒരു വിപത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാകണം. കുട്ടികൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു യോദ്ധാക്കളാകണം, ഇതിനെതിരെയുള്ള യോദ്ധാക്കളാക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ അതിനൊരു യോദ്ധാക്കൾ ആകാൻ സാധിക്കുക എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ ഈ ലഹരിയുടെ കാര്യങ്ങൾക്ക് കുട്ടികളോ അല്ലെങ്കിൽ വലിയ ആൾക്കാരോ ഒക്കെ പോകുന്നത് അവരുടെ ധാരണയുണ്ട്, ഇത് കഴിച്ചാൽ എന്തോ കൂടുതൽ സന്തോഷം കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ട്. ഞാൻ പറയുന്നത് അതല്ലാതെ ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ, എത്രയോ സന്തോഷകരമായ കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കാത്ത എത്രയോ സന്തോഷമായ കാര്യങ്ങൾ ഉണ്ട്. അത് ആസ്വദിക്കാനാണ് ദൈവം നമ്മളിങ്ങോട്ട് അയച്ചത്. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, നല്ല ഭക്ഷണം കഴിക്കാതെ ചിലത് ചില ഭക്ഷണം നമ്മൾ കഴിക്കില്ല, ചിലത് കഴിക്കാൻ പാടില്ല. അത് എൻ്റെ ദേഹത്ത് എന്നോട് പറഞ്ഞത്, ആ സുഹൃത്ത് പറഞ്ഞത്, ദൈവം അങ്ങ് തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ വലത്തെ കാലോട് ചവിട്ട് തരും, നിന്നെ ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനാണ് നിന്നെ അയച്ചത്, ഇതൊന്നും ആസ്വദിക്കാതെ നീ ഇങ്ങോട്ട് വരരുത് എന്നുകൊണ്ട് ദൈവം നിന്നെ ചവിട്ടും എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ അതുപോലെ ഈ ലഹരിയല്ലാതെ ഈ ലോകത്ത് എന്തൊക്കെ സംഗതികളുണ്ട് മനുഷ്യന്, നമ്മളെ കുട്ടികൾക്ക് സന്തോഷം പകർത്തുന്ന കാര്യങ്ങൾ. നോക്കൂ, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക.
പഠിത്തം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കുക. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുക. നല്ല സിനിമകൾ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ നല്ല സിനിമകൾ കാണുക. അച്ഛനും അമ്മമാരോടും സംസാരിക്കുക. ഇതൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സ് സന്തോഷമാകാൻ. നിങ്ങൾ ആലോചിക്കണ്ടോ, ഞാൻ ഹൈക്കോടതി ജഡ്ജായി നിങ്ങളെടുക്കെ വന്നിട്ട് നിങ്ങളോട് ഉത്ബോധിക്കും ഞാൻ എന്താ ചെയ്യാറ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. ഞാൻ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ, ഇത് എൻ്റെ തിരക്കിട്ട ഈ ജഡ്ജ് എന്ന നിലയിൽ ഉള്ള ജീവിതത്തിനിടയിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും അവസാനം വെള്ളി ശനി ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ ഇടിപ്പടങ്ങൾ എനിക്കിഷ്ടമാണ്. ഞാൻ പോയി കാണാറുണ്ട്. ഞാൻ നല്ല എറണാകുളത്ത് എവിടെയെങ്കിലും കഥകളി ഉണ്ടെങ്കിൽ ഞാൻ കഥകളി കാണാൻ പോകാറുണ്ട്. ഞാൻ മുന്നിൽ വന്നിരിക്കും. ഞാൻ പരിപാടിയിൽ അവിടെ നിങ്ങൾ ഏത് കഥകളി പരിപാടിക്ക് എറണാകുളത്തുണ്ട് വെച്ചാൽ ശനിയും വെള്ളിയും ശനിയാഴ്ച ഞാൻ മുമ്പിൽ വന്നിരിക്കാറുണ്ട്. ഞാൻ നല്ല നാടകങ്ങൾ കാണാൻ പോകാറുണ്ട്. ഞാൻ നല്ല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പറയും. ഇത് എല്ലാവരും കഥകളി കാണണമെന്നോ എല്ലാവരും നാടകം കാണണോ കുട്ടികളത് ചെയ്യണമെന്നല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സ് സന്തോഷം പകരുന്ന എന്ത് കാര്യം. ഞാൻ നിങ്ങളോടൊരു സുകാര്യം പറയാം. എൻ്റെ മനസ്സ് സന്തോഷമാകുന്ന ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ വർഷവും ഏഷ്യാനെറ്റ് ന്യൂസിലെ ബിഗ് ബോസ് എന്ന പരിപാടി കാണുന്ന ആളാണ് ഈ ഹൈക്കോടതി ജഡ്ജ്. ഒന്ന് കൈയടിക്കുക, മിണ്ടായിരിക്കല്ല. മനസ്സ് സന്തോഷമുണ്ടാകുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന കാര്യം എന്താണ് മനസ്സിന് സന്തോഷമുണ്ടാകുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ യാതൊരു സന്തോഷത്തിനും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഓർമ്മകൾ നൽകുന്ന ഒരു ജീവിതമാണ് ഈ കലാലയ ജീവിതം. അതിനകത്ത് നിങ്ങൾ ഒരിക്കലും ഈ മയക്കുമരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത്രയും സന്തോഷം തരുന്ന, ഇത്രയും നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ്, ഞാനിപ്പോൾ 60 വയസ്സാകാൻ പോവാം. എനിക്കിപ്പോഴും എൻ്റെ ചെറിയ ഞാൻ സ്കൂളിൽ ചേരാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ. ഞാനൊരു 2 കാര്യങ്ങൾ, എൻ്റെ സ്കൂൾ ജീവിതത്തിലുണ്ടായിരുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഞാൻ പറയുന്നത്, എൻ്റെ കാര്യം പറയുന്നത്, നിങ്ങൾക്കും ഇതുപോലെ ആസ്വദിക്കാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ആസ്വദിക്കാൻ. ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂൾ ജീവിതം. പഠിക്കാൻ മാത്രമല്ല, ഈ ഒരു കലാലയ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾക്കിനി വൈകിയ വേളയിൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം അത് സന്തോഷിക്കുക, ആഘോഷിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ 2 കാര്യം എന്നുള്ള, ഒന്നാമത് എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ അങ്ങ് വടക്ക് ഭാഗത്ത് ഒരു ഉൾനാടൻ പ്രദേശത്താണ്, കോറോം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒരു വില്ലേജിലാണ് ഞാൻ ജനിച്ചത്, വളർന്നത്. എൻ്റെ വീടിൻ്റെ ഒരു 50 മീറ്റർ ദൂരെയാണ് ഒരു സ്കൂളുള്ളത്, LP സ്കൂൾ. അത് കോറോം ദേവി സഹായം UP സ്കൂൾ എന്നാണ്. ഒരു എയ്ഡഡ് സ്കൂളാണ്, മലയാളം മീഡിയം സ്കൂളാണ്. 4 വയസ്സാവുമ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കുന്ന 1-ാം ക്ലാസ്സിലെ അധ്യാപകൻ എടുക്കുന്ന ക്ലാസ് സുഖമായി കേൾക്കാം. അന്ന് ഒരു മാഷുണ്ടായിരുന്നു 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, കേശവ് മാഷ് എന്നാണ് ആ മാഷിൻ്റെ പേര്. നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തൊണ്ടൻ കേശവ് മാഷ് എന്നാണ്. തൊണ്ടൻ കേശവ് മാഷ് എന്ന് പറഞ്ഞാൽ വയസ്സായ കേശവ് മാഷ് എന്നാണ് അർത്ഥം. അതൊരു ഒരു ഇൻസൾട്ട് ചെയ്യുന്ന ഭാഷയല്ല. നമ്മുടെ നാട്ടിൽ സ്നേഹത്തോടും ബഹുമാനത്തോടെയും വിളിക്കുന്ന പേരാണ് തൊണ്ടൻ കേശവ് മാഷ്. ഈ 4 വയസ്സാവുമ്പോൾ കുറച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തൊണ്ടൻ കേശവ് മാഷ് എല്ലാ ദിവസവും 1-ാം ക്ലാസ്സിലെ കുട്ടികളെ സ്കൂളിൻ്റെ പുറത്തുള്ള ഒരു
മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടിരുന്നു. മാഷ് ഉറക്കെ ഒരു പാട്ട് പാടും, ഒരു കഥ ഉൾക്കൊള്ളുന്നൊരു പാട്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും ചിലപ്പോൾ. ഈ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയണ്ടാവില്ല. എൻ്റെ തലമുറയിലെ കുട്ടികൾക്കത് തീർച്ചയായിട്ടും അറിയാം. അതായത് ഒരു തൊപ്പിക്കാരൻ്റെ കഥ, ഒരു തൊപ്പിക്കാരനും ഒരു കുരങ്ങും തമ്മിലുള്ള കഥ. പണ്ടൊരിക്കൽ വർത്തീവൻ തൊപ്പി വിൽക്കാനായവൻ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഈ കഥ ഉറക്കെ തൊണ്ടൻ കേശവ മാഷ് പാടുമായിരുന്നു. ഞാൻ 4 വയസ്സുള്ള ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് കേശവ മാഷയുടെ ഈ പാട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ സ്കൂളിൽ ചേരണമെന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും. അതെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ പാട്ട് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കരഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പോയിട്ട് പിന്നെ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ക്ലാസ്, പക്ഷെ അന്ന് 4 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേരാൻ പറ്റില്ല, ഇവൻ എങ്ങനെയെങ്കിലും, ദിവസവും കരച്ചിലാണ്. അങ്ങനെ ഹെഡ് മാസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം എന്നെ 4-ാം വയസ്സിൽ ആ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ ഞാൻ, പക്ഷേ എൻ്റെ പേര് രജിസ്റ്ററില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ ക്ലാസ്സിൽ കുട്ടികളുടെ ഒന്നിച്ചിരുത്തി. അങ്ങനെ ഞാൻ ഈ പാട്ടും മാഷുടെ പിന്നെ തമാശകളും ഒക്കെ കേട്ടോണ്ടിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും ഒരു വർഷമായി. രാവിലെ ഈ കുട്ടികൾക്ക് ഹാജരെടുക്കുമായിരുന്നു കേശവ മാഷ് ഹാജരെടുക്കുമ്പോൾ ഓരോ കുട്ടികളുടെ പേര് പറയും. പക്ഷേ എൻ്റെ പേര് മാത്രം പറയുന്നില്ല മാഷ്. ഞാൻ അതിനും കരഞ്ഞു. അവസാനം രജിസ്റ്ററിൽ പേരില്ലാത്ത കുഞ്ഞികൃഷ്ണൻ്റെ പേര് തൊണ്ടൻ കേശവ മാഷെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടാണ് ഞാൻ 1-ാം ക്ലാസ്സിൽ ആ വർഷം ആ സ്കൂളിലുണ്ടായത്. ഞാൻ പറയുന്നത് ഇതെൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഓർക്കാനുണ്ടാവും. അത് പിന്നെ വീണ്ടും നമ്മളെ കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി മനസ്സിലാവും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഒരു ഇൻസ്റ്റൻസ് കൂടി. ഞാൻ പണ്ട് ഹൈസ്കൂൾ പഠിച്ചതും ഞാൻ കോറോം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ നടക്കണം. അന്ന് ആ സ്കൂളിലേക്ക്, ഗവൺമെൻറ് സ്കൂളിലേക്ക് പിന്നെ റോഡില്ലായിരുന്നു, നടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നിട്ട് ആണ് ഞാൻ പിന്നെ ഹൈസ്കൂൾ അധ്യാപനം നടത്തിയത്. ഈ എന്തെങ്കിലും ഇപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ആ 8 കിലോമീറ്റർ പണ്ട് നടന്നത് മാത്രമാണ് ബാക്കി പത്രം. ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ ഹൈസ്കൂളിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, മാധവ മാഷ് ഡ്രോയിങ് ടീച്ചറാണ്. മാധവ മാഷ് ഈ ലിഷർ പീരീഡ്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കണക്കിൻ്റെ മാഷ്, സയൻസിൻ്റെ മാഷ് ഇല്ലെങ്കിൽ മാധവ മാഷ് സ്കൂളിൽ വരുമായിരുന്നു. മാധവ മാഷ് വന്നിട്ട് അദ്ദേഹം വളരെ രസികനാണ്. അദ്ദേഹത്തിന് ക്ലാസ്സിലേക്ക് വരുമ്പം എന്ന് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. മാധവ മാഷ് ബോർഡിൻ്റെ അടുത്ത് നിന്ന്, അദ്ദേഹം ഡ്രോയിങ് മാഷാണ്, അദ്ദേഹം ചോക്ക് കൊണ്ട് 2 വരകൾ കൊണ്ട് ഓരോരോ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു വര ഇങ്ങനെ വരച്ച്, ഒരു വരയും കഴിച്ചു ഒരു സ്ത്രീ കിടന്നുറങ്ങുന്നത് പോലെ ഉള്ള ഒരു രൂപം അദ്ദേഹം വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ മാധവ മാഷ് എപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം മാധവ മാഷ് ഏതോ ഒരു ക്ലാസ് ഇല്ലാത്ത ദിവസം എൻ്റെ ക്ലാസ്സിൽ വന്ന് മാധവ മാഷ് പറഞ്ഞു, ഇന്നത്തെ ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും അറിയില്ല, ഇന്നത്തെ ഡേറ്റ് ആർക്കും അറിയില്ല. അപ്പോൾ അവസാനം മാധവ മാഷ് പറഞ്ഞു, ഇന്നത്തെ ഡേറ്റ് 8/8/80 അതായത് ഓഗസ്റ്റ് മാസം 8, 1980 ആണ്. മാധവ മാഷ് പറഞ്ഞു, നിങ്ങൾ ഇതിനേക്കാളും നല്ല ഒരു ഡേറ്റ് ഭാവിയിൽ വരുന്നുണ്ട്, 8/8/88. ഇത് ഏകദേശം നിങ്ങൾ ആലോചിക്കൂ, 10-28 കൊല്ലം മുമ്പേ മാധവ മാഷ് പറഞ്ഞാണ്. 8/8/88 നിങ്ങൾ എവിടെയുണ്ടെങ്കിലും എനിക്കൊരു കത്തയക്കണം എന്ന് മാധവ മാഷ് പറഞ്ഞു. 8/8/88 ഞാൻ ലോ കോളേജിൽ LLBക്ക് പഠിക്കുകയായിരുന്നു. ഈ 8/8/88 മാധവ മാഷയ്ക്ക് ഞാനൊരു കത്തയച്ചു. മാധവ മാഷയ്ക്കുണ്ടായ സന്തോഷം, മാധവ മാഷ ആ കത്തും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളുടെ സ്കൂളിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പലർക്കും കാണിച്ചു കൊടുത്തു. 9/9/99 ഞാൻ മാധവ മാഷയ്ക്ക് ഒരു കത്തയച്ചു. അന്ന് ഞാൻ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. മാധവ മാഷ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ 9/9/99 മാധവ മാഷ്
ഈ കത്ത് കിട്ടി, എനിക്കൊരു മറുപടി വെച്ചു. ഞാനത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ഓർമ്മകൾ ഇതായിരിക്കണം. 27 വർഷം മുമ്പേ മാധവ് മാഷ് എനിക്ക് അയച്ച കത്താണിത്. 16/9/99 എനിക്കയച്ച കത്താണിത് മാധവ് മാഷ്. അദ്ദേഹം കത്തിൽ തുടങ്ങുന്നത് എന്താ വെച്ചാൽ, ഒരു വക്കീലിൻ്റെ രജിസ്റ്റേർഡ് കത്ത് കിട്ടിയപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞു എന്നോട്, രജിസ്റ്റേർഡ് കത്തുണ്ട്, വക്കീലിൻ്റെ ആണെന്ന്. അപ്പം ഞാൻ ആദ്യം പേടിച്ചു പോയി. പക്ഷേ പിന്നീട് കുഞ്ഞികൃഷ്ണനാണ് എന്നറിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ കാര്യം മനസ്സിലായി. കുട്ടികൾ മനസ്സിലാക്കണം അധ്യാപകരുടെ വില, അധ്യാപകരുടെ സ്നേഹം. അവർക്ക് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. അതിനുവേണ്ടി മാത്രം 16/9/99 എൻ്റെ മാഷ അയച്ച കത്ത് ഞാനൊന്ന് വായിക്കാം. 2 പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. ഡിയർ കുഞ്ഞികൃഷ്ണൻ, സ്നേഹപൂർവ്വം അയച്ച എഴുത്ത് കിട്ടി, സന്തോഷിക്കുന്നു. പോസ്റ്റ്മാൻ രജിസ്ട്രേഷൻ കൊണ്ടുവന്നപ്പോൾ ഒന്ന് പരിങ്ങി. അഡ്വക്കേറ്റാണ് അയച്ചത്. എറണാകുളം എന്നാണെങ്കിൽ എനിക്കൊരു കേസും ഇല്ല. പക്ഷെ 2 സെക്കൻഡിൽ എനിക്ക് മറുപടി കിട്ടി. ഇത് 9/9/99 കാര്യം പറഞ്ഞുള്ള കുഞ്ഞികൃഷ്ണൻ്റെ കത്തായിരിക്കും. ഒരു 2 പാരഗ്രാഫ് ഉണ്ട്. അവസാനം മാഷ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാം മാധവ് മാഷ്. ഞാൻ പറയുന്നത് ഇതാണ് എനിക്കിത് സ്വത്തായിട്ട് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നൊരു കത്താണ്. ഞാൻ ഇരിക്കുന്ന എൻ്റെ മേശയുടെ ഒരു ഫയലിനകത്ത് ഉള്ള കത്താണിത്. ഞാൻ ഇത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. അധ്യാപകർ നമുക്ക് പല മുഹൂർത്തങ്ങൾ തരും. അത് നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം. ഈ ഹൈക്കോടതി ജഡ്ജ് ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് ഈ കാര്യം പറഞ്ഞത് ആരെങ്കിലും ഓർക്കുകയാണെന്ന് വെച്ചാൽ നല്ല സുന്ദരമായ ഒരു ഡേറ്റ് വരുന്നുണ്ട്, 3/3/33. അന്ന് ഹൈക്കോടതിയിൽ ഞാനുണ്ടാവില്ല, ഞാൻ റിട്ടയർ പോയിട്ടുണ്ടാവും. ആരൊക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഈ കുടിക്കുന്ന കുട്ടികൾക്ക് എനിക്കൊരു കാർഡ് അയക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈവക്കേ. കണ്ട, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഞാൻ അതാ പറയണത്, കുട്ടികൾ ഇങ്ങനെ ആയാൽ പോരാ. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് കുട്ടികൾക്ക് ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലുണ്ടാവും ഒന്ന് അയച്ചാൽ കൊള്ളാം എന്ന്. അതൊന്ന് കൈ ഒരു മടിയാണ്. എന്തോ എല്ലാവരും കൂടി ആരൊക്കെ അടുത്തിരിക്കുന്ന ആൾ പൊക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഏറ്റവും കൂടുതൽ പൊക്കിയത് ഫ്രണ്ടിലിരിക്കുന്ന ആളാണ്. കാര്യം വെച്ചാൽ അവർക്ക് ബാക്കിലിരിക്കുന്നത് നോക്കിയിട്ടുണ്ടാവില്ല. ബാക്കിലിരിക്കുന്നവർ ആരും കൈ പൊക്കിയിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ ആൾക്കാരുമായി സംസാരിക്കണം. ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ, ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് സ്കൂൾ ജീവിതത്തിൽ കിട്ടാനുണ്ട്. അത്തരം മുഹൂർത്തങ്ങളാണ് നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സംസാരിക്കുക, അതായത് നമ്മൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് തന്നെ നിങ്ങളുടെ ഉത്തരം കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു അപകർഷതാബോധം, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഉത്സാഹം, അത് നമ്മുടെ പുതുതലമുറക്ക് ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ലഹരി പരിപാടികൾക്ക് ചെറിയ കുട്ടികൾ പോലും പോകുന്നത് എന്നാണ്. നമ്മൾ സംസാരിക്കുക, എല്ലാവരോടും സംസാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള കഥകൾ വായിക്കുക. അതിനി കപ്പീശൻ്റെ കഥയായാലും കുഴപ്പമൊന്നുമില്ല, അല്ല ഇനി OV വിജയൻ്റെ കഥയായാലും കുഴപ്പമൊന്നുമില്ല. ആരുടെ കഥയായാലും നമുക്ക് തോന്നുന്ന ഇഷ്ടമുള്ള കഥകൾ ഏതാണ് അത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് മാത്രമല്ല, വിനയം, സ്നേഹം. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അവരോട് ഒരു സ്നേഹം, ഒരു വിനയം കാണിക്കുന്നതിന് ഒരു വിഷമവുമില്ല. ഞാൻ അതിനകത്ത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ കൗമുദി TV ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ആ ഇൻ്റർവ്യൂ ഇന്ദ്രൻസ് എന്നുള്ള നടൻ്റെ ഇൻ്റർവ്യൂ ആണ്. കൗമുദിയിൽ ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂസ്, ഒരു രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് ഇൻ്റർവ്യൂ ചെയ്തത്. വളരെ സുന്ദരമായ ചോദ്യങ്ങളായിരുന്നു, വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളുമായിരുന്നു ഇന്ദ്രൻസിൻ്റെ ഉത്തരങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നി, ഒന്നുമല്ല,
അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇപ്പോഴും ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ് ശ്രീ ഇന്ദ്രൻസ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ മറുപടികൾ കേൾക്കുമ്പോൾ ഈ ലാളിത്യവും ഈ സ്നേഹവും എല്ലാം അതൊന്നും ഒരു അഭിനയമല്ല, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപമാണ്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് കുമാരപുരം എന്ന സ്ഥലത്തെ ഒരു സാധാരണക്കാരനായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കൗമുദിയിൽ നിങ്ങൾ കാണേണ്ടതാണ് ഒരു ഇൻ്റർവ്യൂ. ഇപ്പോൾ അടുത്ത കാലത്ത് ISRO ചെയർമാൻ, പഴയ ചെയർമാൻ്റെ ഒരു സോമനാഥിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അതും രാജേഷിനെ ചെയ്തേക്കുന്നത്. കുട്ടികൾ കേൾക്കുന്നത് ഈ സൗരയുദ്ധം എന്നുള്ളത്, ഈ സൗരയുദ്ധമല്ലാതെ വേറെ ഏതെങ്കിലും സൗരയുദ്ധമുണ്ടോ? അത് നമുക്ക് ശാസ്ത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുണ്ടാകാം, വേറൊരു സ്ഥലമുണ്ടാകാം. രസകരമായിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും പഠിക്കാനുമുണ്ട്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരം പരിപാടികളിലല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. സംസാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരം ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം. ഈ നമ്മൾക്കൊരു ഈ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അത് ഹൈക്കോടതി ജഡ്ജായാലും പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മളത് മനസ്സിനകത്ത് വെച്ച് ഇതാരോടും പറയാതെ അതിൻ്റെ പാപഭാരം നമ്മൾ ഏറ്റി നടക്കുകയല്ല വേണ്ടത്. അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യാം, നിങ്ങളുടെ അച്ഛനമ്മമാരോട് ഷെയർ ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് മുഴുവൻ നമ്മുടെ തലയിൽ വെച്ച് നമ്മുടെ ഒരു പ്രശ്നമായി മാറ്റുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയേണ്ടത്. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയും. പണ്ട് സംസാരിക്കുക മാത്രമല്ല, എൻ്റെ ക്ലാസ്സിൽ പണ്ട് ഒരു ലക്ഷ്മണൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ അത്യാവശ്യം പുളു പറയും എന്ന് പറഞ്ഞാൽ ബഡായി പറയും. അറിയാലോ ബഡായി എന്ന് പറഞ്ഞാൽ? അറിയുന്ന ആൾക്കാരൊന്ന് കൈപൊട്ടിക്കേ. ബഡായി എന്ന് പറഞ്ഞാൽ അറിയും എന്നുള്ള ആൾക്കാരൊന്ന് കൈപൊക്കിയേ കേട്ടോ. രണ്ടിനും ആരും ഒരു റെസ്പോൺസില്ല. ഇതാണ് കുട്ടികളുടെ പ്രശ്നം. ബഡായി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയുന്നവരെ കൈവക്കാൻ പറഞ്ഞു, ബഡായി എന്ന് അറിയാത്തവർക്ക് രണ്ടിനും കുട്ടികൾക്ക് റെസ്പോൺസ് ഇല്ല. ഇതാണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം. കുട്ടികൾ പ്രതികരിക്കണം, കുട്ടികൾ സംസാരിക്കണം. ഇപ്പം കൈപൊക്കിയിട്ട് കാര്യമില്ല, ചോദിച്ചപ്പോഴാണ് കൈപൊക്കേണ്ടത്. ആ പുറകിൽ ഞാൻ കൈപൊക്കുന്നത് കാണുന്നുണ്ട്. ബഡായി എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായി എക്സാജറേറ്റ് പറയുന്നതിനാണ് ബഡായി അല്ലെങ്കിൽ പുളു പറയുക എന്ന് പറയുന്നത്. എൻ്റെ ക്ലാസ്സിൽ ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും അതുപോലെ ആൾക്കാർ. ലക്ഷ്മണൻ ബഡായി പറയുന്ന ആളാണ്. അയാൾ വെറുതെ പുളു പറയും, പക്ഷെ അത് വളരെ വിശ്വസിക്കാവുന്ന രീതിയിൽ പുളു പറയും. അപ്പോൾ ചില സമയങ്ങൾ ബഡായി അങ്ങ് ആക്രമിച്ച് കയറിക്കളയും. അപ്പോൾ ഒരു തവണ ലക്ഷ്മണൻ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ ചില സമയത്ത് എൻ്റെ കൺട്രോൾ വിട്ട് ഞാൻ പറയും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, എന്നോട് ഷർട്ടിൻ്റെ പുറകിൽ ഒരു പിടി വലിക്കണം, ഞാൻ അധികം കയറുമ്പോൾ എന്ന് പറഞ്ഞു. ഒരു തവണ ലക്ഷ്മണൻ രാവിലെ എന്നിട്ട് കുട്ടികളോടൊക്കെ പറഞ്ഞു, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു പുലി എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്റർ നീളം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലക്ഷ്മണൻ്റെ ഷർട്ട് ഒന്ന് പിടിച്ചങ്ങ് വെച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അല്ലല്ലേ 10 ഇല്ലെങ്കിലും ഒരു 5 മീറ്റർ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു ലക്ഷ്മണൻ. അപ്പം ഞാൻ വീണ്ടും ലക്ഷ്മണൻ്റെ ഷർട്ട് ഒന്നുകൂടി വലിച്ചു. അപ്പോൾ ലക്ഷ്മണൻ 4 ആക്കി, 3 ആക്കി. വീണ്ടും ഞാൻ വലിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുകിഷ ഇനി എത്ര വലിച്ചാലും ഇത് 1 മീറ്റർ നീളമുണ്ട് എന്ന് പറയുന്ന ലക്ഷ്മണന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഞാൻ പറയുന്നത് അത്യാവശ്യം, ഞാൻ ബഡായി ക്ലാസ്സിൽ ടീച്ചറിനോടല്ല ബഡായി പറയേണ്ടത്. അത്യാവശ്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ അത്യാവശ്യം ബഡായി പറയുന്ന ആൾക്കാരുടെ കഥ കേൾക്കാൻ സുഖമാണ്, നല്ല സന്തോഷം തരുന്നതാണ് ആ കഥ. ചിലപ്പോൾ കൂടുന്ന സമയത്ത് ഒന്ന് വലിച്ചാൽ മതി, ഷർട്ടൊന്ന് വലിച്ചാൽ മതി. അയാളോട് പറയുക, നീ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്താവുമ്പോൾ ഞാൻ ഒന്ന് വലിക്കും എന്ന് പറഞ്ഞാൽ എത്ര അങ്ങനെയുള്ള ലക്ഷ്മണന്മാർ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈപൊക്കെ ആരെങ്കിലും സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ?
ലക്ഷന്മാർ ഉണ്ട് എന്ന് പറയുന്നവരൊന്ന് കൈവൊക്കെ, ഇല്ല എന്ന് പറയുന്നവരൊന്ന് കൈവൊക്കെ. ഇല്ല, ആരും പ്രതികരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരമുണ്ടാകണം. ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ളൊരു ഉത്തരം ഉണ്ടാവണം. അതിന് നിങ്ങൾ ഒരാളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ പ്രശ്നമാണ് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കഥ കൂടി പറയാം, എന്നിട്ട് ഇത് നിർത്താം. എനിക്ക് 15 മിനിറ്റേ തന്നുള്ളൂ. 15 മിനിറ്റിൽ അധികമായി തോന്നുന്നു. 15 മിനിറ്റിൽ ഒരു കഥ കൂടി പറയാം. ഞാൻ കഴിഞ്ഞ ജൂൺ 19 എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ ഒരു നാടകം കണ്ടിട്ടുണ്ടായിരുന്നു. ആ നാടകത്തിൻ്റെ പേര് പകലിൽ മറഞ്ഞിരുന്നു ഒരാൾ എന്നാണ്. അത് വള്ളുവനാട് ബ്രഹ്മയുടെ ഒരു നാടകം. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാടകം കാണാൻ പോകുന്നുണ്ട്, സിനിമ കാണാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ 19 കണ്ട നാടകമാണത്. ആ നാടകം നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിൽ പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നാടകത്തിലെ പ്രമേയം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അബദ്ധത്തിൽ, അയാൾ ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരനായിരുന്നു, അബദ്ധത്തിൽ ഒരാൾ മരിക്കുകയാണ്. അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതോടെ ഒരു പോസ്റ്റ്മാൻ ഷോക്ക് അടിച്ച് മരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ് ചെയ്തത്. അദ്ദേഹം പക്ഷേ അതിൻ്റെ എൻജിനീയറായിരുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ കുറ്റബോധമായി. അദ്ദേഹം ലോകത്ത് ഒരാളോടും സംസാരിക്കില്ല, വീട്ടിൽ സംസാരിക്കില്ല, നാട്ടിൽ സംസാരിക്കില്ല. ഈ ദുഃഖം മനസ്സിൽ പേറി നടക്കുന്ന ഒരാളായി. ഇതോടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഇദ്ദേഹത്തെ ഈ മരിച്ച ആളുടെ കൊലയാളിയായി തീരുമാനിച്ചു. അതോടെ ഇദ്ദേഹം സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരാളോടും മിണ്ടില്ലെന്ന് മാത്രമല്ല, എല്ലാവരോടും ദേഷ്യപ്പെടാൻ തുടങ്ങി. ഭാര്യയാണെച്ചാൽ ചീത്ത പറയും, അമ്മയാണെച്ചാൽ ചീത്ത പറയും, സുഹൃത്തുക്കളാണെച്ചാൽ അവരോട് ചീത്ത പറയും. അവസാനം അതിലെ കഥ തന്തു ഇതാണ്. ഒരു പട്ടി ഒരു കുടവും കൊണ്ട്, കുടത്തിൻ്റെ മുഖം കുടുങ്ങിയ ഒരു പട്ടി വരികയാണ്. ആ പട്ടിയെ രക്ഷപ്പെടുത്തിയോടെ ആ പട്ടി ഇയാളുമായി സംസാരിച്ച് ആ പട്ടി ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു കഥയാണ്. പക്ഷെ അതിനകത്ത് ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒരു രണ്ടാമത്തെ സീനുണ്ട്. രണ്ടാമത്തെ 2 സീനുകളായിട്ടാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ സീന് ഒരു നാട്ടിൻപുറത്തെ ഒരു ചായക്കടയാണ്. ആ ചായക്കടയിൽ ഒരു ചായ കടക്കാരനുണ്ട്. എല്ലാ ദിവസവും അവിടെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സുണ്ട് ചായ കുടിക്കാൻ. രാവിലെ ആയാൽ ചായക്കടക്കാരും ഈ മറ്റുള്ള ആൾക്കാരും നേരത്തെ ലക്ഷ്മണൻ പറഞ്ഞ പോലെയുള്ള പുളു പറയാൻ തുടങ്ങും. നല്ല പുളു, വിശ്വസിക്കാവുന്ന രീതിയിൽ പുളു പറയാൻ തുടങ്ങും. അത് പുളു തുടങ്ങുമ്പോൾ ഈ ചായക്കടക്കാരൻ ആരെങ്കിലും ഒരാൾ ചായ വേണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, ചായ തരില്ല, ഈ പുളു കേൾക്കാൻ പോയിരിക്കും. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സംസാരം, ഡയലോഗ് എപ്പോഴും ആവശ്യമാണ്, മനസ്സിന് സന്തോഷമാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞ ഒരു ഒരു കഥാപാത്രം പറഞ്ഞ ഒരു പുളു നിങ്ങളോട് പറയും. ഒരാളും ചിരിക്കില്ല. ഇത് കേട്ടാലെങ്കിൽ ചിരിക്കണം കേട്ടോ. കുട്ടികളൊക്കെ മനസ്സ് തുറന്ന് ആസ്വദിക്കണം എന്ത് കാര്യങ്ങളായാലും. ഞാൻ പറയുന്ന ആ കഥാപാത്രം പറഞ്ഞത് ഒന്നുമില്ല, ഒരു പുളുവാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അസാധ്യമായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ. എനിക്കത് പറഞ്ഞ് നിങ്ങളെ ഫലിപ്പിക്കാൻ അറിയില്ലെങ്കിലും ഞാൻ ആ കഥയൊന്ന് പറയുക. അയാൾ പറഞ്ഞ കഥ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴ വന്നപ്പോൾ വീട്ടിലെ 2 കുടയുണ്ടായിരുന്നു. ഒന്ന് ഭാര്യ കൊണ്ടുപോയി, ഒന്ന് മോള് കൊണ്ടുപോയി. അപ്പോൾ കുടയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ചായക്കടയിലേക്ക് വരണം. അപ്പോൾ ചായക്കടയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, അടുത്തുള്ള അയാൾ വീട്ടിനകത്തുള്ള നല്ലൊരു വടിയെടുത്തു. ഈ വടിയെടുത്ത് അദ്ദേഹം തിരിക്കാൻ തുടങ്ങി കൈകൊണ്ട്. ആ വടിയുടെ തിരിയിൽ ഒരു കൊടയായി മാറിയത്രേ. അതോടെ ഇദ്ദേഹം നടന്ന് ഒരു തുള്ളി വെള്ളം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീഴാതെ അദ്ദേഹം കടയിൽ എത്തിയത്രേ. ഒരാൾ 1-2 ആൾക്കാർ ചിരിച്ചു, മതി. അതിനുശേഷം വീണ്ടും അയാൾ ഒരു സിനിമാ തിയേറ്ററിൽ പോയത്രേ. സിനിമ കാണാൻ തീരുമാനിച്ചു.
അപ്പോഴും ഇദ്ദേഹം ഈ വടി വളരെ ശക്തിയായി തിരിച്ചുകൊണ്ടാണ് സിനിമാ തിയേറ്ററിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ഒരു വെള്ളം വീണില്ലാത്ര. ഞാനായിരുന്നു ഷർട്ട് വലിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷർട്ട് വലിച്ചില്ല. വീണ്ടും കഴിഞ്ഞില്ല അയാളുടെ കഥ. അദ്ദേഹം സിനിമാ തിയേറ്ററിനകത്ത് കയറിയിരുന്നു അത്രേ. അപ്പോൾ 10 മിനിറ്റ് കൂടി സിനിമ തുടങ്ങാൻ. അപ്പോൾ അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ തുടങ്ങിയത്രേ. കഥയിൽ ചോദ്യമില്ല, തിയേറ്ററിനകത്ത് സിനിമ അല്ല സിഗരറ്റ് വലിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ചോദ്യം ആരും ചോദിക്കരുത്. കഥയാണ്, പുളുക്കഥയാണ്. സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. സിഗരറ്റ് വലിച്ച് അദ്ദേഹം റൗണ്ട് പുക ഉണ്ടാക്കിയത്രേ, നിറച്ചു. വലിച്ച കേട്ടില്ല. ചില ആൾക്കാർ ഇപ്പോഴൊന്നും ആരും വലിക്കാറില്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് പറയാൻ പാടില്ല കുട്ടികളോട്, എന്നാലും ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണ്. റൗണ്ട് ആക്കി ഇദ്ദേഹം ഈ തിയേറ്റർ മുഴുവൻ റൗണ്ടാക്കിയത്രേ. ഈ പുക ചുരുൾ കൊണ്ട് ഈ തിയേറ്റർ മുഴുവൻ പുകച്ചുരുളായി മാറി. അവസാനം ഈ തിയേറ്ററിലെ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വന്ന് പറഞ്ഞു അത്രേ, നിങ്ങളിങ്ങനെ ഈ ചുരുളാക്കി കഴിഞ്ഞാൽ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മുഴുവൻ ചുരുളാണ്. ഏതിൻ്റെ ചുരുള്? സിഗരറ്റിൻ്റെ ചുരുള്. അപ്പോൾ ഇയാൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് മാറ്റണ്ടേ. അപ്പം നേരത്തെ വടിയുണ്ട്, ആ വടിയെടുത്ത് ഈ ചുരുള് ഓരോന്നായി കോർത്ത് എടുത്തു ഉത്രേ. ആ കുട്ടിയങ്ങ് ചിരിച്ചു. കോർത്ത് ഈ ചുരുള് മുഴുവൻ എടുത്തതിന് ശേഷം അദ്ദേഹം തിയേറ്ററിന് പുറത്ത് പോയി ഈ ചുരുൾ അങ്ങ് വിട്ടു. അപ്പം അവിടെ ഇരിക്കുന്ന കുട്ടികൾ ആ ചുരുളെടുത്ത് കളിക്കാൻ തുടങ്ങിയത്. കുറച്ച് കുട്ടികളൊക്കെ ചിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മനസ്സ് നിറയുന്ന ഇതുപോലെയുള്ള നിഷ്കളങ്കമായ നുണകൾ പറയുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടാവും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിരിക്കുക. ക്ലാസ്സിൽ നുണ പറയുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ടീച്ചറോട് പറയുക. അല്ലാതെ ശുദ്ധമായ നുണകൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക, ചിരിക്കുക, സന്തോഷിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള ലഹരി പരിപാടികളോ ലഹരി ആൾക്കാരുമായിട്ടോ അല്ല ബന്ധപ്പെടേണ്ടത്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി മാറട്ടെ, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ, നല്ല കലാലയ ജീവിതമുണ്ടാകട്ടെ, നല്ല കലാലയ ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. സന്തോഷം.